4 വർഷം മുൻപ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മീനാപ്പീസ് റോഡിൽ ചിതറിത്തെറിച്ചതാണ് സുഗുവിന്റെ ജീവിതം. സുഗുവിനെ ഇടിച്ചു തെറിപ്പിച്ച് മറഞ്ഞ വാഹനം ഇന്നും ആർക്കും കണ്ടെത്താനായിട്ടില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ നടത്തുന്ന സുഗുവിന്റെ ദുരിതകഥ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ്. ഒക്ടോബറിലായിരുന്നു സുഗുവിന്റെ ജീവിതമാകെ ഇരുട്ടിലാക്കിയ അപകടം. ദിവസങ്ങളോളം ഈ മനുഷ്യൻ ആശുപത്രി കിടക്കയിൽ ബോധം നശിച്ചു കിടന്നു. വരുമ്പോൾ എനിക്കൊരു ടെലിഫോൺ വന്നിട്ട് ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡാക്കിയിട്ട് ഫോണിലെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയത്ത് ഒരു വണ്ടി റിവേഴ്സ് എടുത്തിട്ട് എന്നെ തട്ടിയിട്ടിട്ട് അവൻ ഡ്രൈവർ ഇറങ്ങി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആളെ അറിയാം. അവൻ വന്നിട്ട് പറഞ്ഞു, സുഹൃത്ത ഞാനാണ്, പറ്റിപ്പോയി, ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ ഞാടി തരമ്പുകളിലും തളർന്നുപോയി. 2 കൈയും തളർന്ന്, കാലും തളർന്ന്, നാവും പൊന്നുന്നില്ല. പറയുന്നതൊക്കെ കേൾക്കാൻ ആളെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവിടുന്ന് എൻ്റെ മരുമകളും പിന്നെ അവിടെ കൂടിയ ആൾക്കാരും വന്നിട്ട് കൊണ്ടുപോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഭാര്യയുടെ ആഭരണങ്ങളും മറ്റു വസ്തുവകകളും ഉൾപ്പെടെ വിറ്റാണ് ചികിത്സ നടത്തിയത്. നട്ടലിന്റെ ശസ്ത്രക്രിയയ്ക്ക് 8 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. പണം കണ്ടെത്താൻ മറ്റു വഴികളില്ലാതായതോടെ ശസ്ത്രക്രിയ മുടങ്ങി. ഇടിച്ച വണ്ടി കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചില്ല. സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ഭാര്യ പണിക്ക് പോകുന്ന പറഞ്ഞാൽ ഈ ടെക്സ്റ്റൈൽസിൽ പോകുന്ന, അതുകൊണ്ട് മക്കളെ പഠിത്തം, നമ്മളെ ഗുളിക, സർവീസ് ചാർജ്, ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. വേറെ പ്രത്യേകിച്ച് വരുമാനം തീരെയില്ല. ബോട്ടിലെ സ്രാങ്കായി ജോലി ചെയ്യുകയായിരുന്നു സുഗു. ഭാര്യയുടെ തുണിക്കടയിലെ ജോലിയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഏക വരുമാനം. എന്തെന്നാന്ന് എൻ്റെ മോനിക്ക് വന്ന് പിടിച്ചു പോയിന്ന് ദൈവത്തിന് അറിയുന്നല്ലാതെ നമുക്ക് ചെറുവെനിക്ക് പറയാൻ സാധിക്കൂല. അപ്പോഴേ നമ്മ ഈ കണ്ണിൽ വെള്ളത്തോട് മോങ്കന്ന് 4 കൊല്ലം കണ്ടുമോ നയിച്ചു വയ്ക്കാൻ മക്കളെ പോത്താനായെങ്കിലും മതി. മാസം 2000 രൂപയുടെ മരുന്ന് വേണം. പ്രായമായ അമ്മ, സ്കൂൾ വിദ്യാർത്ഥികളായ 2 പെൺമക്കൾ. എത്ര നാളിങ്ങനെ മുന്നോട്ടു പോകുമെന്ന് സുഗുവിനറിയില്ല. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.